മസിലൊക്കെ പെരുപ്പിച്ചത് എന്താ എല്ലാ ദിവസവും രാവിലെ നടക്കാറുണ്ടെന്നാണ്? എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഉള്ളത്. എനിക്ക് ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരും ഇന്ന്. കൗൺസിലർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് 60. ഓക്കെ ഓക്കെ. അടുത്ത പേര് ജോസ് പോൾ. ആണോ? എന്ത് ചെയ്യുന്ന? വെൽഡറാണ്. ഓക്കെ. ചേട്ടൻ? ഞാൻ ബിസിനസ് ആണ്. റിയൽ എസ്റ്റേറ്റ്. ചെറിയ പുള്ളിയല്ല, പേര് മാത്രമേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ് ഒന്നുമില്ല. പേര് ലോറൻസ്. ശിവദാസ് കസ്റ്റംസ് ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെ നിങ്ങൾ ഈ രാവിലെ ഈ സ്റ്റേഡിയത്തിൽ റിങ്ങിനോട് ഇങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ സൗഹൃദത്തിന്റെ കൂട്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ എല്ലാ ദിവസവും നടക്കാൻ വരുന്ന ആളുകളുടെ തന്നെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്, പല പല ഗ്രൂപ്പുകളായിട്ട്. ഈ പരസ്പരം സംസാരിക്കുവോ? നമുക്ക് ഇങ്ങോട്ട് നീങ്ങിന്നല്ലോ, വണ്ടിയൊക്കെ പോകുന്നല്ലേ? എങ്ങനെ എല്ലാവരും പരസ്പരം സംസാരിക്കുവോ? സംസാരിക്കല്ല, ഹായ് പറഞ്ഞാൽ പോവുള്ളൂ. കാരണം നമ്മളൊരു നിശ്ചിത സമയം കൊണ്ട് ഇവിടുന്ന് കവർ ചെയ്ത് പോയി അടുത്ത കാര്യങ്ങൾക്ക് പോകുന്നതാണ്. ആണല്ലേ? നേരത്തെ ഇവിടെ നടക്കാൻ വരുന്ന ആളുകളുണ്ട്, സൗഹൃദം പങ്കുവെക്കാൻ വരുന്ന ആളുകളുണ്ട്. രാവിലെ വെറുതെ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നില്ല, വെറുതെ നിന്ന് സംസാരിച്ച് പോവാന്നുള്ള. അപ്പൊ ഇതെല്ലാം ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. രാവിലെ ബിസിനസ് മീറ്റ് ഉണ്ടോ? രാവിലെ ഇവിടെ ഭയങ്കര ബിസിനസ് മീറ്റ് ആണ്. റോട്ടിലോ? അത് നടന്ന് ആരെങ്കിലും ഒക്കെ പുറകെ നടന്നാൽ നമുക്ക് മനസ്സിലാവും. അത് സംസാരിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ. ആണല്ലേ? അപ്പൊ എന്തായാലും എനിക്കൊരു കൗൺസിലറെ കിട്ടിയേക്കണം. അപ്പൊ കൗൺസിലറോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ലോ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമൊക്കെ? തെരഞ്ഞെടുപ്പ് നല്ലതായി പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ. പിന്നെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു UDF ഉറച്ച മണ്ഡലമായതുകൊണ്ട് അതിന്റെ ഒരു ആഘോഷങ്ങളില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഒരു മത്സരം ഉണ്ട്. ആ മത്സരത്തിന്റെ എല്ലാ നീക്കങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അടിയാണ് ഒരു പോസ്റ്റർ പ്രചാരണത്തിനപ്പുറത്തേക്കുള്ള ഒരു സജീവതയിലേക്ക് എത്തിയോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എറണാകുളം? ഒന്ന് ഈസ്റ്ററിന്റെ ഒരു നോമ്പും അതുപോലെ തന്നെ പെരുന്നാളിന്റെ നോമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ചൂട്, അസഹനീയമായ ചൂട്. അപ്പൊ രാവിലെയും വൈകുന്നേരം മാത്രമാണ് പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന സമയം കിട്ടുന്നത്. പിന്നെ ആദ്യഘട്ട പോസ്റ്ററുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇലക്ഷന് കുറച്ച് സമയം കൂടുതലുള്ളതുകൊണ്ട് ഈ അധിക പോസ്റ്ററുകളൊക്കെ ഇറക്കിയാൽ അടുത്തടുത്ത പോസ്റ്ററുകൾ ഇറക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു 4 ഘട്ടങ്ങളായിട്ട് പ്രചരണം നടത്താനായിട്ടുള്ള. ആദ്യഘട്ട പോസ്റ്റർ വന്നു, അതെല്ലാവരും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും തന്നെ പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ ചെയ്തു കഴിഞ്ഞു. പിന്നെ 1ാം ഘട്ട പ്രചരണത്തിന്റെ അഭ്യർത്ഥന വന്നു കഴിഞ്ഞു. അത് വീടുകളിൽ കയറി വോട്ടേഴ്സ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ പേഴ്സണലായി വീടുകളിൽ പോകുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അങ്ങനെ ഒരു എണ്ണയിട്ട യന്ത്രം അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൊതുവെ ഇനിയിപ്പോ 6-ാം തീയതിയാണ് പര്യടനം തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു ആഘോഷ തിമിർപ്പുണ്ടാകുന്നത്. ഒരു നേതാക്കളാരെങ്കിലും പ്രത്യേകത്തൊന്നും പറഞ്ഞിരുന്നോ? ഓരോ ജില്ലയ്ക്കും ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും ഇപ്പൊ ഇവിടെ എറണാകുളത്തിന്റെ MLAക്കാണ് ഈ എറണാകുളത്തിന്റെ ചാർജ് കൊടുത്തിട്ടുള്ളത്. ഉമ്മ തൃക്കാക്കരയുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചാർജ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ചാർജ് കൊടുത്തിട്ടാണ് ഇത് പോയിട്ട്. എന്തായാലും UDF കൗൺസിൽ ആയതുകൊണ്ട് UDF വിളിച്ച് പറയുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇവരോടും ചോദിച്ചോട്ടെ. ഈ കൗൺസിൽ പറയുന്ന കക്ഷി ചേട്ടാ വാ, ധൈര്യമായിട്ട് വാ, ഇങ്ങ് വാ. ചേട്ടൻ പേരെന്താ? എന്റെ പേര് ശശീന്ദ്രൻ എന്നാണ്. 2 കക്ഷികൾ തമ്മിലുള്ള മത്സരമാണ്. അതിന് 3ാം കക്ഷിയാണ്. ഒന്ന് ഗാന്ധിജിയെ കൊന്നവരുമായിട്ടുള്ള പാർട്ടിയുണ്ട്, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി. ഒന്ന് ഗാന്ധിജിയെ മറന്നൊരു പാർട്ടിയുണ്ട്, ഇപ്പൊ ഇവിടത്തെ പ്രതിപക്ഷം. അതിനെതിരെ നിൽക്കുന്നവരാ ഞങ്ങൾ. കാരണം സമാധാനമായിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളും ചെയ്യേണ്ടത്. ആ അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പൊ എങ്ങനെയാ ഈ കൊച്ചി ഒരു UDF മണ്ഡലമല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ? അത് ആദ്യം മുതലേ കമ്മ്യൂണിസ്റ്റുകാരെതിരാണെന്നും പറഞ്ഞ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് ഒരു ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ വോട്ടാണ് അവർക്ക് കിട്ടേണ്ടത്. യഥാർത്ഥത്തിൽ യേശുവിന്റെ പാത പിന്തുടർന്നത് ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് മാത്രമാണ്. നോക്കിക്കോ, യേശുവിന്റെ പാത പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരാ, അല്ലാണ്ട് കോൺഗ്രസ്സുകാരല്ല. യഥാർത്ഥ കോൺഗ്രസ്സുകാരല്ല. അവര് ഗാന്ധി സോങ് കളഞ്ഞു. BJP ആണ് കോൺഗ്രസ് ഒക്കെ ഒന്ന്. അവർക്കത് പരാതിയില്ല. യഥാർത്ഥത്തില് നമ്മളിത് മനസ്സിലാക്കാം. അത് കുഴപ്പമില്ല. രാവിലെ സ്റ്റേറ്റിങ്ങിനിടയിലുള്ള ചെറിയ അതൊക്കെ പതിവാണ്, കുഴപ്പമില്ല. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തില് നമ്മൾ കാലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ
കോൺഗ്രസ് അതിന്റെ നയങ്ങളിൽ നിന്ന് മാറി ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകാനാ പറഞ്ഞത്. ഈ പാർട്ടിയെ പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ ഗ്രാമങ്ങളിൽ പോകാനാ പറഞ്ഞത്. ആ ഗ്രാമങ്ങളിൽ ഇവർ പോകാത്ത കാരണം പറ്റേ കക്കൂസ് ഉണ്ടായില്ല, ഇപ്പൊ മോദി അത് പിടിച്ചെടുത്ത്. ഗ്യാസ് ഉണ്ടായില്ല, മോദി അത് പിടിച്ചെടുത്ത്. അവരത് ആളിക്കത്തിച്ച് വർഗീയവാദികളെ കൂട്ടി ചെറിയ ചെറിയ വർഗീയത എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഭരണകക്ഷി എന്ത് ചെയ്ത് അത് ആളിക്കത്തിച്ച് ഹിന്ദു വർഗീയതയെ കൂട്ടിപ്പിടിച്ചു. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ യഥാർത്ഥ സത്യം അറിയാതെ ഇന്ന് ഏറ്റവും താഴെ കിടക്കുന്നതും കയ്യിൽ ചരട് കെട്ടുക, ഏത് ഞാൻ ഇതാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരുടെ രാഷ്ട്രീയ ബോധം എവിടെ പോയി? അതിന് വളം വെച്ച് കൊടുത്തത് ഇവിടെ കോൺഗ്രസ്സുകാരാ. കോൺഗ്രസിന്റെ കൗൺസിലറാണ്, യു ഡി എഫ് കൗൺസിലറാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് വലിയ വിമർശനമാണ്. ആ വിമർശനം സ്വയം ഒന്ന് മനസ്സിലാക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഗാന്ധിജിയെ മറന്നത് കൊണ്ടാണ് കോൺഗ്രസ് താഴത്തേക്ക് പോയത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ വർഗീയ പാർട്ടികൾ ഇരിക്കുന്നു. CPM-ന്റെ നിലപാട് എന്താണ്? CPM ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്ന് ഇപ്പോ ചേട്ടൻ പറഞ്ഞു പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റാണ് വേണ്ടത്. അത് തന്നെയാണ് എല്ലാവരുടെയും നിലപാട്, പാവങ്ങളെ സഹായിക്കുന്ന ഗവൺമെന്റാണ്. അപ്പൊ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ തന്റെ പാർട്ടി എന്താണ് സ്ഥിതി എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് പെൻഷൻ കിട്ടാത്ത അവസ്ഥ, ആളുകൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ, നരകിച്ച ആളുകൾ ജീവിക്കുമ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം വെച്ചാൽ ഒരു സാധാരണ ചേട്ടൻ പറഞ്ഞാണ് ശരി, സാധാരണക്കാർക്ക് ആളുകളെ പിന്താങ്ങുന്ന ഒരു ഗവൺമെന്റിന്റെ ആവശ്യം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന പിണറായി വിജയനെ പോലെയുള്ള ഒരാള് ഇപ്പൊ 7 വർഷക്കാലമായി ഭരിക്കുമ്പോ ഇതാണ് ഞങ്ങളുടെ ഭരണം എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പി രാജീവ് എന്ന് പറയുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമ്പന്നനായ ഒരു നേതാവ്, MP ആയിരുന്ന നേതാവ്, അദ്ദേഹത്തിനെ 1,60,000 വോട്ടിന് തോപ്പിച്ചിട്ടാണ് ഹൈബി ഇവിടെ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജക മണ്ഡലത്തിൽ വേരുറപ്പില്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഒരു പ്രചരണത്തിന് പോലും ഒരു ചൂടില്ലാത്തത്. ശരി, ചേട്ടൻ പേരെന്താണെന്ന് പറഞ്ഞത്? ശശീന്ദ്രൻ. ശശീന്ദ്രൻ എന്താ ചെയ്യുന്നത്? പണിയില്ല. പെൻഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. ഈ യാഥാർത്ഥത്തില് കേന്ദ്ര ഗവൺമെന്റിനെ അവഗണിച്ചപ്പോ ഇവിടെ ഒരു 19 MP ഇപ്പൊ മാത്രമേ ഒരാൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. ഈ 19 പേരുടെ മുഖ്യമന്ത്രി വിളിച്ച് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളും നിന്നില്ല. നമ്മള് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പം എന്താ പറ്റത്? സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അല്ല, ഗവൺമെന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ കേസ് പിൻവലിക്കൂ, ഞങ്ങൾ പണം തരാം. അപ്പൊ അതിലെന്തോ യാഥാർത്ഥ്യമില്ല? ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് സുപ്രീം കോടതി പോയി, കേന്ദ്ര ഗവൺമെന്റ് ബോധ്യമായി. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ബോധ്യമായിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഈ ചേട്ടന് ഇവിടെ ഇപ്പൊ പണിയില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗര തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, ഗ്രാമങ്ങളിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. 100 ദിവസം തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം. ഇവിടെ 30-40 ദിവസം മാത്രമാണ് ഈ ഗവൺമെന്റിനും ഈ സർക്കാരിനും ഈ തൊഴിലുറപ്പ് പദ്ധതി കൊടുത്തുള്ളത്. ഈ ചേട്ടന് പണിയില്ല. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചേട്ടൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് മറുപടി പറയാം. ഞാൻ റിട്ടയർഡ് മാനായി, 70 വയസ്സായി. എനിക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് കേരള ഗവൺമെന്റ് പണി തരാൻ പറയാൻ പറ്റില്ല. എനിക്ക് ജീവനുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കേണ്ടത് പണിയില്ലാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ പണി അങ്ങനെയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കി. മറ്റൊരു കാര്യം, ഇപ്പൊ തൊഴിലില്ലാന്ന് പറഞ്ഞില്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയത് കേരളത്തിലാണ്. അത് ഇവർക്ക് അറിയില്ല. അത് ഇന്ത്യ ഗവൺമെന്റ് കണക്കാ, എന്റെ കണക്കല്ല, പാർട്ടിയുടെ കണക്കല്ല. PSC നിയമനം നടത്തിയത് കേരളത്തിലാണ്. അത് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ പുറത്ത് വന്ന കണക്കാ. അല്ലാണ്ട് ഇവിടെ കൂടുതലല്ലോ. ഇന്ത്യ ഗവൺമെന്റില് PSC വെച്ച് പല സംസ്ഥാനവും ജോലി കൊടുക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്ന ചെറുപ്പക്കാർക്കാ. അത് കേരളത്തിലാണ്. ഈ വർഷം 70,000 പിള്ളേരാണ് ഒറ്റ ടേക്കിൽ കാനഡയിലേക്ക് ഒരു സ്വകാര്യ ഏജൻസി ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഈ എറണാകുളം ജില്ലയിൽ പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും അവര് അവിടെ നിന്ന് അവിടെ കാനഡയില് ജോലി കിട്ടി അവിടെ ജീവിക്കാം എന്നുള്ള ഒരു സ്വപ്നത്തോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. 70,000 വിദ്യാർത്ഥികളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഈ നഗരത്തിൽ ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയാത്ത നമ്മൾ ഒരു ഡിഗ്രി എടുത്താൽ അതിനനുസരിച്ച് ഒരു ജോലി കിട്ടാത്ത ഒരു അവസരം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ PSC-യുടെ കാര്യം ചേട്ടൻ പറയാം, അതിനെക്കുറിച്ച് ഞങ്ങൾ പറയണില്ല. PSC-ക്ക് ആർക്കാണ് ജോലി കിട്ടുന്നതെന്ന് ഞങ്ങൾ പറയില്ല. ഇപ്പൊ പോലും PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന പോലീസുകാരി ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് ആകേണ്ടിരുന്ന യുവാക്കള് നേരത്തിൽ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് PSC-യുടെ കാര്യം പറഞ്ഞത്. അപ്പോ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു 70,000 പേര് പോയി എന്നാ പറയണത്. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് വലിയ അറിയാവാ. നമ്മൾ കാട്ടിൽ കിടന്നവരാ. ഈ കാട്ടിൽ നിന്ന് എങ്ങനെ ഇവിടെ വന്നത്? അത്
നമ്മുടെ ഓരോ ജീവിത സാഹചര്യം കൊണ്ട് വരുന്നതാ. കേരളത്തിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ പുറത്തോട്ട്. കേരളത്തിൽ ഭീകരമാണ്. കേരളത്തിൽ അല്ലല്ല, ഭീകരമല്ല. നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാത്തോണ്ടാ. നിങ്ങൾക്ക് കേരളത്തിന്റെ അങ്ങേയറ്റം കാസർഗോഡ് മുതൽ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ പോകുന്ന പോലെയാണ് സാധാരണ ജീവിക്കുന്നത്. അവന് നല്ല അടച്ചുറപ്പുള്ള വീടുണ്ട്, അവന് വെള്ളമുണ്ട്, വൈദ്യുതി ഉണ്ട്, തൊട്ടടുത്ത് സ്കൂളുണ്ട്. ചില സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ നിൽക്കണം 5 വർഷം. ഒരു ഉദാഹരണം കൂടി പറയാം. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ പൊളിച്ചു വിൽക്കാൻ പോയതാ. ഇന്നത് 5 നിലയും 6 നിലയും 4 നിലയും ലിഫ്റ്റ് സൗകര്യം. ബ്രിട്ടനിലെ കോളേജും സ്കൂളുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ ക്ലാസ്സുകൾക്ക് കുട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട്, അല്ലെ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതാണ്. ഇവിടെ സമാധാനമുണ്ട്. പിന്നെ കാടടച്ചിട്ടാക്കാം എന്ന് പറഞ്ഞത് നമുക്ക് ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ കുറെ പേര് പറയാ അത് പട്ടിയാണ്. പണ്ട് ഒരു കഥയുണ്ടായിരുന്നു. ഒരു ആടിനെയും കൊണ്ട് വരുമ്പോ ഒരു 3 കള്ളന്മാര് പറയാ ഇത് ആടിനെ നമുക്ക് തട്ടിച്ചെടുക്കണം. അതിന് ഉദാഹരണം പറഞ്ഞു വെച്ചാല് ഞാനിവിടെ നിൽക്കും, എന്റെ കൂട്ടുകാരൻ അവിടെ നിൽക്കും, അപ്പുറത്തേക്ക് ഇക്ക ഈ പട്ടിനെ കൊണ്ട് എന്തിനാ പറഞ്ഞു, നിങ്ങൾക്ക് ഹറാമല്ലേന്ന്. ഇത് ആടാടോ, ഈ കള്ളം പറയാണ് ഹറാമാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുള്ളി നിരാശ പോകുമ്പോ അടുത്താണ് കഴിക്കും മിക്ക ഈ പട്ടിനെ പിടിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ്. ചേട്ടൻ ഡയലോഗ് എടുത്ത് ചേട്ടൻ ചാറ്റ് പറഞ്ഞു. പോലെ നിങ്ങൾ മറുപടി പറയാനുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇവിടെ PSC ആണ് ഏറ്റവും കൂടുതൽ തൊഴിലുണ്ട്. അല്ല, അതെ, PSC ആണ് തൊഴിൽ കൊടുത്തത്. അല്ലല്ല, കഴിഞ്ഞു. ഇനി ചേട്ടൻ പറയട്ടെ മറുപടി. PSC ആണ് തൊഴിൽ കൊടുത്തിട്ടുള്ള കാര്യം സത്യമാണ്. അതിനുവേണ്ടിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുക? എത്ര റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്? എത്ര പേര് സെക്രട്ടേറിയറ്റ് നടക്കില്ല അവിടെ മുട്ടിലടഞ്ഞു ഒക്കെ സമരം ചെയ്ത് ജീവിതം അതിന് എന്ത് പറയാൻ സാധിച്ചില്ല. ഈ അവസാനം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഇത്രയും വേക്കൻസി ഉണ്ടെന്ന് നോട്ടിഫൈ ചെയ്തിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യാതെ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകുമ്പോൾ അതിൽ മുട്ടിലറിഞ്ഞും നിരാഹാരം കിടന്നു. അടുത്ത ദിവസം സെക്രട്ടേറിയറ്റ് CPO പോസ്റ്റിംഗ് വന്നാൽ CPO റാങ്ക് ലിസ്റ്റ് ഒരുപാട് പേര് അവിടെ കിടക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പിൽ താൽക്കാലിക നിയമന ഇതിന്റെ ഒരു വിവരാവകാശ റിപ്പോർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 1009 പേരെ എടുത്തിട്ടുണ്ട്. മുഴുവൻ പാർട്ടിക്കാരെ എടുത്തേക്കണം, ഒരൊറ്റാളെ എടുത്തിട്ടില്ല. ഇവിടെ PSCക്ക് ജോലി കിട്ടാന്നാണ് PSC ഒക്കെ ഉണ്ടായപ്പോഴും പാർട്ടിക്കാരെയും അവരുടെ ശിങ്കടികളെയും അവരുടെ കുടുംബക്കാരെയും തിരികെ കയറ്റി നിയമനങ്ങൾ എവിടെ നടന്നേക്കണത്. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ പറ്റാനിട്ടാണ് ചെറുപ്പക്കാർ ഈ നാട് വിട്ടുകൊള്ളുന്നത്. ഒന്നുകിൽ ഇവിടെ പഠിച്ചാൽ ജോലിയില്ല, അഥവാ പഠിക്കാൻ ചേർന്നാലാ. ഇപ്പൊ സിദ്ധാർത്ഥന്റെ കൊലപാതകം കണ്ടില്ലേ? ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങളുടെ അടിമയായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ പഠിക്കണ്ട. ആ ഒരു നിലപാട് ഈ ഗവൺമെന്റ് സംഘടനകൾ എടുക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ വിട്ടുപോകുന്നത്. ആദ്യത്തെ മറുപടി ഞാൻ ആദ്യം പറഞ്ഞു. ഇന്ത്യയിൽ PSC മുഖേന ഏറ്റവും കൂടുതൽ ഈ വർഷം ഇപ്പൊ ഇത് മാസല്ലേ 2023 കഴിയുന്നിടം വരെ 2023 വരെ PSC മുഖേന തൊഴിൽ കൊടുത്ത സംസ്ഥാനം കേരളമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ PSC സമരം കിട്ടിയവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. സമരം ചെയ്യുന്നവരില്ലേ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ഇപ്പോഴുമുണ്ട്. നമ്മൾ സമരത്തിലൂടെയാണ് എല്ലാം നേടിയെടുത്തത്. അല്ലാണ്ട് സല്ലത ഇവർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് സമരം ചെയ്യാണ്ടാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് സമരം ചെയ്യണം. PSC റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ അടുത്തൊരു പ്രാക്ടിക്കൽ പോലെയാണോ സമരം? അതല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത PSCയിൽ കേരളമാണെന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ നിൽക്കുന്നുണ്ടോ? ഏത് 2023 ഡിസംബർ വരെ നോക്കിയാൽ മതി. 24 വന്നിട്ടല്ലേ ഉള്ളൂ. 2023 ഡിസംബർ വരെ കേരളത്തിൽ സർക്കാർ ജോലി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നത്.
അപേക്ഷിക്കുന്നവർക്ക് ഒരു 100 വേക്കൻസിന്റെ അപേക്ഷിച്ചാൽ 1,00,000 പേരോ ചിലപ്പോൾ 2,00,000 പേരോ അപേക്ഷിക്കും. അപേക്ഷിക്കാം. അത് പാർട്ടിക്കാരുണ്ടാവും, പാർട്ടിക്കല്ലാത്ത ഉണ്ടാവാം. അവരിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ നേരത്ത് ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോ ഇത്ര വേക്കൻസി ഇത്ര വർഷം റിട്ടയർഡ് ആയി പോകുന്ന പോലെ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി പെൻഡിംഗ് ആവും. ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ആ പെൻഡിംഗ് വർഷം കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറുകയും ചെയ്യും. ഇതൊക്കെയാണ് സ്വാഭാവികം. അപ്പൊ അതാണ് ആ അവസ്ഥ. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അത് ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? അല്ല, ഈ PSC കാര്യം പറഞ്ഞില്ലേ, PSC ഇപ്പൊ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാല് റിട്ടയർ ചെയ്ത് പോണനുസരിച്ചാണ്. അങ്ങനെയല്ല, റിട്ടയർ ചെയ്ത് പോണനുസരിച്ചല്ല. ആദ്യം PSCക്ക് സ്ഥാപനങ്ങള് വാക്കൻസി എത്ര ഉണ്ടെന്ന് കൊടുത്തതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിനുശേഷമാണ് PSC പരീക്ഷ നടത്തുന്നത്. അല്ലാതെ ചേട്ടൻ വിചാരിക്കണ പോലെ റിട്ടയർ ചെയ്ത് പോകുന്ന ആളുകളെ PSC പരീക്ഷ നടത്തിയിട്ട് ഓരോരുത്തരോരുത്തർ കേട്ടല്ല. അപ്പൊ ഇതുപോലെയുള്ള ഈ പറയുന്ന നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ PSC എന്താണെന്നും ഈ നേരത്തെ ചേട്ടനൊരു കാര്യം പറഞ്ഞു, കാട്ടിൽ കിടന്ന ആൾക്കാരാണ് നമ്മള്. അതുകൊണ്ട് നമ്മളൊക്കെ ഇതിലേക്ക് വന്നതിന് വലിയ കാര്യമായിട്ടാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ കാട്ടിൽ കിടക്കേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ട ആളുകൾ നന്നാകണ പരിപാടിയില്ല. കാരണം വെച്ചാൽ അവർക്ക് കാട്ടിൽ കിടന്ന ആളുകൾ കാട്ടിൽ കിടന്ന് ഇവിടെ വരുന്നതിന് വലിയ കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ നന്നാകിയ മനുഷ്യന് ആവശ്യമായ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് ഇപ്പൊ ചേട്ടന് ഇവിടുത്തെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ സ്ഥിതി എന്താണെന്ന് ചേട്ടന് മനസ്സിലാക്കാൻ കഴിയും. കാട്ടിലെ ആളുകൾക്ക് മൃഗങ്ങൾക്ക് കിടക്കാൻ പറ്റാതെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. ചേട്ടൻ അപ്പോഴും പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാട്ടിലാണ് ജീവിച്ചിരുന്നത്, നമ്മൾ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. മൃഗങ്ങൾക്ക് കാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇനി കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ എന്തിനേയും ഈ ക്ലാസുകൾ കൊടുത്ത് CPM ക്ലാസുകൾ കൊടുത്ത് പഠിപ്പിച്ച് പറയുന്നത് പോലെ പറയല്ല. യഥാർത്ഥത്തിൽ ആളുകൾക്ക് തെറ്റാണെങ്കിൽ തെറ്റാണ്. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, BJP ആണെങ്കിലും കൊള്ളാം, ആരാണ് തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തി പോകാൻ കൂടുന്നു. ഇവിടെ വൻ തർക്കം നടന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇവിടെ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കേണ്ട അവസരമാണ്. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് മതരാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാജ്യമാണെന്ന് ഉയർത്തി കാണിക്കാനുള്ള അവസരമാണ്, ഭരണഘടനയെ നിലനിർത്താനുള്ള അവസരമാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ട് ഇവിടെ ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ സമാധാനപരമായി മതേതരത്വപരമായി ജീവിക്കാനുള്ള ഒരു ഇലക്ഷനാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയിട്ടോ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ആൽബർട്ട്. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് ചക്കരപ്പറമ്പ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇലക്ഷൻ പ്രചരണവും ചൂടും ഒക്കെ? ഇലക്ഷൻ പ്രചരണത്തില് വ്യക്തിപ്രഭാവം കൊണ്ടും നിലപാട് കൊണ്ടും ഏറ്റവും മുൻപിൽ പ്രവർത്തനത്തിൽ KJ ഷൈൻ ടീച്ചറാണ് മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇടതുപക്ഷത്തിനല്ല, ജനാധിപത്യത്തിന് അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് ഇന്നത്തെ സാധാരണ ജനങ്ങളുടെ ഒരാവശ്യമാണ്. അത് നിലപാടുള്ള ജനങ്ങൾ ചെറിയ വിഷയങ്ങളിലേക്കൊന്നും അവർ നോക്കുന്നില്ല. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കേന്ദ്ര നിലപാടിനെതിരെ, അതായത് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് നിരായുധരാക്കി, നിരാലംബരാക്കി, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏറ്റവും വലിയ കുതന്ത്രം ഇന്ന് ഈ രാജ്യം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഒരു കുതന്ത്രങ്ങളുമായിട്ട് ഒരു എത്തിക്സും ഇല്ലാതെ ഈ രാഷ്ട്രീയത്തില് ഈ പാർലമെന്റ് ഇലക്ഷൻ നേരിടുന്ന ഒരു പാർട്ടിയാണ് BJP. കോൺഗ്രസിന്റെ കാര്യമൊന്നും പറയാനില്ല, അവർക്ക് നിലപാടില്ല. ഇന്ന് അവര് ജയിച്ചു കഴിഞ്ഞാൽ നാളെ 100 കോടി നീട്ടിയാൽ ഇവിടെ നിന്ന് പോകുന്നവരെല്ലാം BJP ആയി മാറുന്ന ഒരു കാഴ്ച ഞാനും നിങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്തൊക്കെ വീമ്പിളക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഒന്നും ഇവിടെ വിലപ്പോവില്ല. ജനങ്ങൾക്ക് ബോധമുണ്ട്, ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ജനങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിട്ട് വീക്ഷിച്ച് കാണുന്നുണ്ട്. സുപ്രീം കോടതി വിധിയടക്കം ജനങ്ങളുടെ ഉള്ളിൽ ആശങ്കകളുമായി, കാര്യം ഇവര് തനി ഫ്രോഡാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വിധികളാണ് പരമോന്നത നീതിപീഠം ഇന്നിപ്പോ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷവും ജനങ്ങളുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും BJPക്കെതിരെ വോട്ട് ചെയ്യും. ജനാധിപത്യം സംരക്ഷിക്കുന്ന പാർട്ടികൾക്ക്, അതിപ്പോ NDA സഖ്യമുണ്ട്, അത് ആ പ്രാദേശിക സഖ്യങ്ങൾ എല്ലാവരും ഒന്നിച്ചുകൂടി കേജ്രിവാളിനെല്ലാം വളരെ മോശമായിട്ട് ഇത്രയും നീചമായ ഒരു നടപടി, അത് ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം